ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ പറ്റിയാണ്. ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ ഫംഗ്ഷനാണ് ഉള്ളതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തെ പറ്റി വിവരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ ഹൈബ്രിഡ് ഇൻവെർട്ടറുകളെ പറ്റി വിവരിക്കാമെന്ന്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇലക്ട്രിക്കലിനെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഹൈബ്രിഡ് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറാണ് ഇതിൽ കാണുന്നത്. ഹൈബ്രിഡ് ഇൻവെർട്ടറുകളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലും ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ഉണ്ട്. ഇതിൽ രണ്ടിനെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നതാണ്. തുടർന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോളാർ പാനൽസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും ഹൈബ്രിഡ് ഇൻവെർട്ടറിലേക്ക് വരും. ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ നിന്നും സോളാർ പാനലുകളിൽ നിന്നും വരുന്ന DC കറണ്ടിനെ AC ആക്കി നമ്മുടെ വീട്ടിലേക്ക് ലോഡ് കണക്ട് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. കൂടാതെ ബാറ്ററി ബാങ്കും ഇതിൽ തന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് പ്രിഫറൻസ് ഇത് സോളാർ പാനൽസിനാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സോളാർ പാനലുകളിൽ നിന്നും സപ്ലൈ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഗ്രിഡ് സപ്ലൈ ഇതിൽ കട്ട് ചെയ്യുകയും കംപ്ലീറ്റായി സോളാർ പാനലിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ വീട്ടിലെ ലോഡ് കംപ്ലീറ്റായി സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴാണോ നമുക്ക് സോളാർ പാനലിൽ നിന്നുള്ള ഉൽപ്പാദനം നിലയ്ക്കുന്നത് അപ്പോൾ ഗ്രിഡിൽ നിന്നും സപ്ലൈ എടുക്കുന്നതാണ്. സെക്കൻഡ് പ്രിഫറൻസ് ഗ്രിഡ് സപ്ലൈക്കാണ്. സോളാർ പാനലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ ഗ്രിഡ് സപ്ലൈയിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ബാറ്ററി ബാങ്ക് അതുപോലെ തന്നെ നിലനിൽക്കും. ബാറ്ററി ബാങ്കിലുള്ള വോൾട്ടേജ് അതുപോലെ തന്നെ നിലനിൽക്കും. എപ്പോൾ ഈ രണ്ട് സോഴ്സും നമുക്ക് അവൈലബിൾ അല്ലാത്ത സമയത്ത് മാത്രമേ ബാറ്ററി ബാങ്കിൻ്റെ DC സോഴ്സ് എടുത്ത് AC ആക്കി നമ്മുടെ വീട്ടിലേക്ക് ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഇതുകൂടാതെ ഇതിൽ ഓൺ ഗ്രിഡ് സിസ്റ്റമുണ്ട്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സോളാർ പാനലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എക്സസ് കറണ്ട് ഈ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ വഴി തിരിച്ച് ഗ്രിഡിലേക്ക് പോകും. അത് ബൈഡയറക്ഷണൽ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് തിരിച്ച് ഗ്രിഡിലേക്ക് പോകുന്നത്. അതായത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ അതേ ഇത് തന്നെയാണ്. എന്നാൽ ഈ ഇൻവെർട്ടറിൽ ബാക്കപ്പ് കൂടി കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഹൈബ്രിഡ് ഗ്രിഡ് ടൈ ഇൻവെർട്ടർ എന്നാണ് ഇതിന് പറയുന്നത്. ഞാനിതിൻ്റെ ഡയഗ്രാം തുടർന്ന് വിവരിക്കുന്നതാണ്. നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പ്രിഫറൻസ് സോളാർ പാനലിൽ നിന്നായിരിക്കും. കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സോളാർ പാനലിൽ നിന്നും പകൽ സമയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വീട്ടിലെ ലോഡിലേക്ക് പോകുന്നതാണ്. എപ്പോൾ നമ്മുടെ സോളാർ പാനലിൽ നിന്നുള്ള ഉൽപ്പാദനം നിലയ്ക്കുന്നോ അപ്പോൾ ഗ്രിഡ് സപ്ലൈ ആണ് സെക്കൻഡ് പ്രിഫറൻസായി ഈ ഇൻവെർട്ടർ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഗ്രിഡ് സപ്ലൈ കണക്ട് ചെയ്യുകയും നമ്മുടെ ലോഡിലേക്ക് AC സപ്ലൈ തരികയുമാണ് ഈ ഇൻവെർട്ടർ ചെയ്യുന്നത്. എപ്പോൾ സോളാർ പാനലിൽ നിന്നുള്ള സപ്ലൈയും ഗ്രിഡ് സപ്ലൈയും നിലച്ചു കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് ബാറ്ററി ബാങ്കിൽ നിന്നും വോൾട്ടേജ് ഈ ഇൻവെർട്ടർ വഴി നമുക്ക് AC സപ്ലൈ ആക്കി വീട്ടിലേക്ക് തരികയുള്ളൂ. അടുത്തതായി നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം. ഹൈബ്രിഡ് ഗ്രിഡ് ടൈ ഇൻവെർട്ടറിൻ്റെയും ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെയും ഫ്ലോ ചാർട്ടാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. ഗ്രിഡ് ടൈ ഇൻവെർട്ടറുകളിൽ ഫസ്റ്റ് സോളാർ പാനൽ, അത് കഴിഞ്ഞ് DC കമ്പൈനർ ബോക്സ്, തുടർന്ന് ഗ്രിഡ് ടൈ ഇൻവെർട്ടർ. ഗ്രിഡ് ടൈ ഇൻവെർട്ടറിൽ നിന്നും AC കമ്പൈനർ ബോക്സിലേക്ക് പോകും. AC കമ്പൈനർ ബോക്സിൽ നിന്നും AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്കാണ് പോകുന്നത്. തുടർന്ന് ഗ്രിഡ് ലൈനിൽ നിന്നും ബൈഡയറക്ഷണൽ മീറ്റർ വഴി AC കമ്പൈനർ ബോക്സിലേക്ക് എത്തും. ഇവിടെ നിന്നാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് പോകുന്നത്. ബാക്കപ്പിനായി ബാറ്ററി സോഴ്സ് ഗ്രിഡ് ടൈ സോളാർ ഇൻവെർട്ടറിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയുമാണ് ഗ്രിഡ് ടൈ ഇൻവെർട്ടറിൻ്റെ ഫ്ലോ ചാർട്ട്. ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കുകയാണെങ്കിൽ സോളാർ പാനൽ, DC കമ്പൈനർ ബോക്സ്, ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ, തുടർന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ഗ്രിഡ് ലൈൻ, ഇങ്ങനെയാണ് വരുന്നത്. AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്കാണ് ഗ്രിഡ് ലൈൻ വരുന്നത്. തിരിച്ച് ഇങ്ങോട്ട് ഫ്ലോ ഉണ്ടായിരിക്കുന്നതല്ല, തിരിച്ച് ഗ്രിഡ് ലൈനിലേക്ക് പോകുന്നതല്ല. അതായത് ഇവിടെ ബൈഡയറക്ഷണൽ മീറ്റർ ഉണ്ടായിരിക്കുന്നതല്ല, നോർമൽ മീറ്റർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഒരു സൈഡിലേക്ക് മാത്രം ഫ്ലോ ഉള്ളതാണ് ഈ കാണുന്നത്. എപ്പോൾ നമ്മുടെ സോളാറിൽ നിന്നുള്ള ഉൽപ്പാദനം നിലയ്ക്കുകയും ഗ്രിഡിൽ നിന്നുള്ള സപ്ലൈ കട്ടാവുകയും ചെയ്താൽ ബാറ്ററി സോഴ്സ് ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ വഴി നമുക്ക് DC സപ്ലൈ AC ആക്കി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് തരുന്നതാണ്. ഇത് തിരിച്ച് ഗ്രിഡ് ലൈനിൽ പോകുന്നതല്ല. ഇതിൻ്റെ കണക്ഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്.
അടുത്തായി നമുക്ക് ഇൻവെർട്ടർ എന്താണെന്ന് നോക്കാം. ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫ്ലിൻ സ്ലിം MPPT സോളാർ ഇൻവെർട്ടറാണിത്. ഇത് 3 kVA 3000 വാട്ടാണ്. ഇത് 24 വോൾട്ട് ബാറ്ററി ബാക്കപ്പ് കൊടുക്കാവുന്ന ടൈപ്പാണ് ഈ ഫ്ലിൻ എനർജിയുടെ ഈ ഇൻവെർട്ടർ. ഇതിൻ്റെ സോളാർ കപ്പാസിറ്റി 1500 വാട്ട്സാണ്. 1500 വാട്ട്സ് വരെ നമുക്ക് ഇതിൽ പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ലൈൻ ഇന്നാണ്, ഇത് ലൈൻ ന്യൂട്രൽ, ഇവിടെ ഇൻപുട്ട്, ലൈൻ ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവുമാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ സോളാർ പാനലിൽ നിന്നുള്ള ഇൻപുട്ടാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തത് സെൽക്രോണിക്കിൻ്റെ ഒരു ഇൻവെർട്ടറാണിത്. നമ്മൾ മുമ്പ് കണ്ടതിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഇൻവെർട്ടറാണ് ഇത്. ജനറേറ്ററിൽ നിന്നുള്ള സപ്ലൈയും ഇതിൽ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. AC സപ്ലൈ, അതായത് നോർമൽ ഗ്രിഡ് സപ്ലൈ ഇല്ലാത്തടത്ത് നമുക്ക് ജനറേറ്ററിൽ നിന്നും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള NONC ഓക്സിലറി കോൺടാക്റ്റുകളാണ് ഇതിൽ കാണുന്നത്. ഈ 3 പോയിൻ്റ് NONC പോയിൻ്റുകളാണ്. കൂടാതെ ഇത് USB പോർട്ടാണ്. നമുക്ക് ഇതിലുള്ള ഡാറ്റകൾ എടുക്കണമെങ്കിൽ ഈ പോർട്ട് വഴി നമുക്ക് ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. തുടർന്ന് അടുത്തതായി ഇത് BMS കണക്ഷനാണ് ഇത് കൊടുക്കുന്നത്. BMS എന്ന് പറഞ്ഞാൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ BMS അല്ല, ഇത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ലിഥിയം അയൺ ബാറ്ററി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി കണക്ട് ചെയ്താൽ ഇതിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൻ്റെ ഡിസ്പ്ലേ വഴി നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതിനാണ് ഈ പോർട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത പോർട്ട് എന്ന് പറഞ്ഞാൽ വൈഫൈ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് ഈ കാണുന്നത്. ഇത് അഡീഷണൽ ഡിസ്പ്ലേ, നമുക്ക് ഈ ഇൻവെർട്ടറിൽ നിന്നും 20 മീറ്റർ അകലെ അഡീഷണൽ ഡിസ്പ്ലേ പിടിപ്പിക്കണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ പോർട്ട് വഴി, കമ്മ്യൂണിക്കേഷൻ പോർട്ട് വഴി നമുക്ക് ഇത് വേറെ ഡിസ്പ്ലേ കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഡിസ്പ്ലേ തന്നെ നമുക്ക് ഊരിയെടുത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ഡിസ്പ്ലേ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് റിമൂവ് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇത് എവിടെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്ന് 20 മീറ്റർ അകലെ നമുക്ക് ഈ ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ കാണുന്നത് AC ഇൻ, AC ഔട്ട്, ഇൻപുട്ട് ബ്രേക്കർ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഈ കാണുന്നത്. ഇവിടെ എർത്ത് കണക്ട് ചെയ്യാനുള്ള നട്ട് ബോൾട്ടാണ്. അതുപോലെ തന്നെ ഇത് ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഇൻവെർട്ടറിൻ്റെ കൂടെ ഇതിൻ്റെ കണക്ഷനെല്ലാം ഇൻബിൽറ്റായി ചെയ്തിട്ടാണ് കമ്പനി തരുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ളത്. സോളാർ പാനലിൻ്റെ പ്ലസ് മൈനസ് ഇത് ഈ ഹോളിൽ കൂടിയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ വയർ നമുക്ക് ഇതിൽ നിന്നും കണക്ട് ചെയ്താണ് കമ്പനി തരുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ ഒരു AC/DC ബോക്സും വരുന്നതാണ്. കൂടാതെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള വയറും ഇതിൻ്റെ കൂടെ ലഭ്യമാണ്. 3 കിലോവാട്ട്, 5 കിലോവാട്ട്, 8 കിലോവാട്ട്, അങ്ങനെ പല റേഞ്ചിൽ ഇത് ലഭ്യമാണ്. നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം നോക്കാം, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ 2 ഇൻവെർട്ടറുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാവുന്നതാണ്. ഇതിൽ 1500 വാട്ട് സോളാർ പാനൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ 4000 വാട്ട് സോളാർ പാനൽ വരെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. തുടർന്ന് നമുക്ക് ഇതിൻ്റെ കണക്ഷനിലേക്ക് തന്നെ പോകാം. നമ്മളിന്ന് ഈ സെൽക്രോണിക്കിൻ്റെ ഇൻവെർട്ടറിൻ്റെ കണക്ഷനാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം സോളാർ ഹൈബ്രിഡ് ഓഫ്-ഗ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റം വയറിംഗ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗ്രിഡ് സപ്ലൈ മീറ്ററിൽ വന്ന് മീറ്ററിൽ നിന്ന് നേരെ ഡ്യുവൽ പോൾ ബ്രേക്കറിലേക്ക് വരും. ഡ്യുവൽ പോൾ ബ്രേക്കറിൽ നിന്നും അടുത്തതായി വരുന്നത് ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ് ഒരു പ്രൊട്ടക്ഷൻ റിലേ ആണ്. അതായത് ഈ കാണുന്ന പോലെ ഈ പ്രൊട്ടക്ഷൻ റിലേ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. മാക്സിമം വോൾട്ടേജ് 275 മുകളിൽ പോയാൽ ഇത് കട്ടാകും. അതായത് ഇൻവെർട്ടറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ റിലേ കൊടുക്കുന്നത്. ഇതിൽ IE എന്നെഴുതിയിരിക്കുന്നത് മാക്സിമം കറണ്ടാണ്. മാക്സിമം കറണ്ട് 63 ആംപിയറാണ്. UN എന്നെഴുതിയിരിക്കുന്നത് 230, 50, 60 ഹെർട്സ് എന്നെഴുതിയിരിക്കുന്നത് നോമിനൽ വോൾട്ടേജാണ്. നിങ്ങൾക്കായി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ് ഈ UVO എന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് 275 വോൾട്ട് പ്ലസ് ഓർ മൈനസ് 10 വോൾട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് 275 വോൾട്ട് റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈനിൽ വരുന്ന വോൾട്ടേജ് ഹൈ ആണെങ്കിൽ അപ്പോൾ തന്നെ ഇത് കട്ടാക്കി കൊടുക്കും. ഇത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. 30 സെക്കൻഡിന് ശേഷം മാത്രമേ വോൾട്ടേജ് സ്റ്റഡി ആണെങ്കിൽ മാത്രമേ ഇത് റീകണക്റ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ അണ്ടർ വോൾട്ടേജും അതുതന്നെയാണ്. UVE എന്നെഴുതിയിരിക്കുന്നത് 160 വോൾട്ട് പ്ലസ് ഓർ മൈനസ് 10 വോൾട്ട്. അതായത് 160-170 വോൾട്ടിന് താഴെ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ റിലേ കട്ടാകുകയും സപ്ലൈ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ലഭിക്കാതെ വരികയും ചെയ്യും. ഇത് വോൾട്ടേജ് 170 മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റീകണക്റ്റ് ആവുകയുള്ളൂ. ഇത് എപ്പോഴും ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. നമുക്ക്
വയറിങ്ങിലേക്ക് തന്നെ പോകാം. വോൾട്ടേജ് പ്രൊട്ടക്ഷൻ റിലേ കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇൻവെർട്ടറിലേക്കാണ് വരുന്നത്. ഇൻവെർട്ടറിൻ്റെ AC ഇൻ എന്നെഴുതിയിരിക്കുന്ന ഈ പോർട്ടിലേക്ക് ഫേസ് ന്യൂട്രലും കണക്ട് ചെയ്തു. അവിടെ നിന്നും ഇവിടെ തന്നെയാണ് ഔട്ട്പുട്ട് ലൈൻ ന്യൂട്രൽ എന്നെഴുതിയിട്ടുണ്ട്. AC ഔട്ട് ലൈൻ ന്യൂട്രൽ LN എന്നെഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും ഔട്ട്പുട്ട് നേരെ ഒരു ഡ്യുവൽ പോൾ ബ്രേക്കറിലേക്ക് വരും. അവിടെ നിന്നും ഔട്ട്പുട്ട് RCCBയിലേക്കാണ് വരുന്നത്. RCCBയിൽ നിന്നും ഔട്ട്പുട്ട് നമ്മുടെ ലോഡിലേക്കും പോകുന്നതാണ്, അതായത് MCBയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ന്യൂട്രൽ ഇവിടെ ലിങ്ക് ബാറിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ എർത്ത് വയർ ഇവിടെ ലിങ്ക് ബാറിൽ കണക്ട് ചെയ്ത് ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ 6 സോളാർ പാനലുകളാണ് കാണിച്ചിരിക്കുന്നത്. 24 വോൾട്ടിൻ്റെ 6 പാനലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇത് സീരീസായി കണക്ട് ചെയ്തിട്ട് DC കമ്പൈനർ ബോക്സിലേക്ക് വരും. DC കമ്പൈനർ ബോക്സിൻ്റെ ഔട്ട്പുട്ട് PV ഇൻ എന്നെഴുതിയിരിക്കുന്ന ഇതിലേക്കാണ് പോകുന്നത്. ഇതിവിടെ ഒരു MC4 കണക്ടർ ഇട്ട് കണക്ട് ചെയ്തിട്ടാണ് കമ്പനി തരുന്നത്. MC4 കണക്ടർ വഴി നമുക്ക് ഈസിയായി ഇത് കണക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ 2 വയർ പോസിറ്റീവ് നെഗറ്റീവും കാണുന്നതാണ്. അതും ഇതിൽ തന്നെ കണക്ട് ചെയ്താണ് വരുന്നത്. ഇത് നേരെ DC ബ്രേക്കർ കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കർ കൊടുത്തിട്ട് ഇതിലേക്ക് ബാറ്ററിയിലേക്ക് സീരീസായി കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് 48 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 4 ബാറ്ററി ഇതുപോലെ സീരീസ് ആയി കഴിഞ്ഞാൽ 48 വോൾട്ട് ആകും. ഇതിൽ കൊടുത്തിരിക്കുന്നത് നേരിട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്യാനാണ് ഇതിൽ വയർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ DC ബ്രേക്കർ വെക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ 2 കൂളിംഗ് ഫാനും കാണാം. ഓവർ ഹീറ്റ് വന്നാൽ അപ്പോൾ തന്നെ ഈ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയുമാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം. നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പ്രചോദനം നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.